ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബെറ്റർ പ്ലേസ്. നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ നാർസിസം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുവിധം കുറേ പേരൊക്കെ സംസാരിച്ച് കഴിഞ്ഞൊരു ടോപ്പിക്കാണ്. കുറേ പേർക്ക് എന്നാലും സ്റ്റിൽ അൺഅവെയർ ആയൊരു ടോപ്പിക്കായിരിക്കും നാർസിസം, പ്രത്യേകിച്ച് യൂത്ത്. കാരണം യൂത്ത് ഇത്തരം കാര്യം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ കാര്യത്തിലൊക്കെയാണല്ലോ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ജനറൽ അവെയർനെസ് പക്ഷേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമൂഹത്തിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജനറൽ അവെയർനെസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞോളൂ നാർസിസം എന്താണെന്ന്. ഞാൻ ബ്രീഫായിട്ട് പറയാൻ നോക്കാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നാർസിസ്റ്റിനെ നമുക്ക് ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന സ്ഥിതി എന്താ? ആടിൻ്റെ തോല് ഇട്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആടാണെന്ന്, പക്ഷെ ചെന്നായയുടെ പണി പിന്നീട് എടുക്കുന്നുണ്ടാവും. അതാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മളൊരു മനുഷ്യൻ നല്ല രീതിയിലേക്ക് അവരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് വൈബ്രേഷനുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. അതായത് അവരെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ആ ലൂപ്പിൽ പെട്ട് ഇങ്ങനെ കറങ്ങി എന്താ പറയുക, വിങ്ങി ജീവിതം ഇങ്ങനെ ഒരു പ്രഷർ കുക്കറിലിട്ട പോലത്തെ ജീവിതമായിരിക്കും അവർ നയിക്കുന്നുണ്ടാവുക. സന്തോഷം, സാറ്റിസ്ഫിക്കേഷൻ എന്നുള്ള സാധനം അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ വെറുതെയാണ്. അതൊരു പക്ഷേ അപ്പോൾ അവർ സ്നേഹം കാണിക്കില്ലേ എന്നൊരു ചോദ്യം നമുക്ക് വരും. സ്നേഹം കാണിക്കും, പക്ഷെ എന്തിനായിരിക്കും അത്? അവരുടെ കാര്യം മാത്രം നടക്കാനായിട്ട്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ അവർ ഞാൻ, എൻ്റേത് തുടങ്ങിയ വാക്കുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സഹാനുഭൂതിയില്ലാത്ത മനുഷ്യന്മാരാണ് ബേസിക്കലി നാർസിസ്റ്റുകൾ. ഇവരെ തിരിച്ചറിയാൻ വളരെ പാടാണ്. അതിൻ്റെ പ്രധാന കാരണം ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പലർക്കും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഹേവിയർ എന്താണ്, സ്വഭാവം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മൾ നന്നായി പെരുമാറുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ നല്ല സ്വഭാവം, പക്ഷെ നല്ല സ്വഭാവം ആയിക്കോളുന്നില്ല. പക്ഷെ ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മോശപ്പെട്ട സ്വഭാവം, പക്ഷെ മോശപ്പെട്ട സ്വഭാവം ആയിക്കോളുന്നില്ല, അവരുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കും. അപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയണം അവരൊരാൾ നന്നായി പെരുമാറുന്നു എന്ന് കരുതി അവർക്ക് നല്ല സ്വഭാവം ആയിക്കോളുന്നില്ല. പക്ഷേ ഈ നാർസിസ്റ്റുകൾ നന്നായി മറ്റുള്ളവർ മുന്നിൽ നല്ല ഷോ കാണിക്കുന്നത് കൊണ്ട്, നന്നായി പെരുമാറുന്നത് കൊണ്ട് മിക്കവാറും തെറ്റിദ്ധരിക്കപ്പെടും അവർ നല്ല സ്വഭാവത്തിനുടമയാണ്. അതുകൊണ്ട് തന്നെ അവർ സേഫായിട്ട് നമുക്കിടയിൽ വെല്ലസി നടക്കുന്നുണ്ട്. ഇനിയും അവർ ട്രാപ്പുകൾ കുത്തിക്കൊണ്ടിരിക്കും. അതിൽ പോയി ഓരോരുത്തരായിട്ട് ചാടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ സഹാനുഭൂതി തീരെ ഇല്ലാത്ത ഒരു ടീമാണിവർ. അവരെ പറ്റി, നാർസിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പുതിയ കുറച്ച് ഇൻഫർമേഷനും കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.